എന്നാലും നമുക്ക് കൊടുക്കണ്ടേ, ആക്ഷൻ ചെയ്യണ്ടേ. അപ്പോ ഞാൻ അയാളെ കാണിച്ചത് ഞാൻ കുറച്ച് ചെയ്തപ്പോ എന്റെ ആക്ഷൻ സാർ അങ്ങനെയല്ല എന്താട്ടിക്കോന്റെ തമിഴിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനീത് പറഞ്ഞു അത് മതി, അത് രസാണ്, അയാൾ ചെയ്തത് ഓക്കെ ആണ്. വിനീതട്ടം പറയുമ്പോ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങളല്ല ഓൾറെഡി നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇപ്പൊ നമ്മള് ചെയ്യുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് നമ്മൾ വലിയ നന്നായിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഫ്രെയിമിന് ഓക്കെ ആയിരിക്കും. അങ്ങനെ ക്യാമറ എന്ന് പറയുന്നതിന് അത് മതി. അപ്പൊ ചിലപ്പം പറയുമ്പോ നമുക്ക് അത്രമാത്രം അത് ചെയ്യാൻ പറ്റുന്നവർക്കല്ല, ചെയ്ത് കഴിയുമ്പോ സക്സസ് ആണ്. അത് പറയുമ്പോ എത്ര അങ്ങനെ കൗണ്ടറൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊക്കെ സംസാരിക്കും. ഒരുപാട് പുതിയ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ ഇഷ്ടം പോലെ വൈറലായ പല വൈറലായ ഡയലോഗെല്ലാം നമ്മളല്ലേ മറ്റേ ഉണ്ണി അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ ചീട്ടടിച്ചോട്ട് പോകും, എന്റെ അന്വേഷണം അച്ഛനോട് പറഞ്ഞേക്ക്. അപ്പോൾ ചീട്ടടിക്കുന്ന ഇത് എത്ര അച്ഛന്റെ കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല. ഉണ്ണി അച്ഛൻ എന്റെ അന്വേഷണം അച്ഛനോട് പറഞ്ഞേക്ക് കേട്ട് പറ്റും. അങ്ങനെ അന്വേഷിക്കുന്ന അങ്ങനെയല്ലോ. അവരെ കള്ളു കുടിച്ചിട്ട് പിന്നെ ഷീനായത് കഴിക്കുമോ അച്ഛൻ അപ്പൂപ്പ 101 വയസ്സിലാ മരിച്ചത്. മണിയണ്ടോട്ടം പറയുമ്പോ ഞാൻ 101 വയസ്സിലാ, അപ്പൊ വലിയതായി. അതിനെന്ത് ലോജിക്കുണ്ട്, വലിയതായി 101 വലിയതാവില്ല. അത്തില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര വയറായ അങ്ങനെ അല്ല. ഈ വില്ലേജ് ഓഫീസർ ഗുണ്ടൊക്കെ ഉണ്ട് ഭയങ്കര പ്രത്യേകത. അതൊക്കെ കൃത്രിമത്വം കാണിക്കാൻ ജയിലിൽ പോയിട്ട് ഞാൻ ജയിലിനാ വന്നത്. എന്തിനാ ജയിലിൽ പോയി? അപ്പൊ പറയുന്നത് വെച്ചാല് അത് ഞാനൊരു എന്ത് പറഞ്ഞാലും കട്ടി കൊടുക്കണം സാറേ. അപ്പൊ വില്ലേജ് കിട്ടുന്നു ആരെന്ത് എന്നോട് ദേഷ്യം പറഞ്ഞു. അപ്പൊ ഞാൻ അടി കൊടുക്കും. ഇതിപ്പോ ഒരു നിസ്സാര പ്രശ്നം. ഞാൻ ഒരുത്തൻ എന്നോട് ചൂടായി. ഞാനൊരു പൈപ്പിന്റെ ഇരുമ്പിന്റെ പൈപ്പ് എടുത്ത് തലക്കത്ത് പാവം ചത്തുപോയി. പാവം അടിപൊളി ആ പോയി. അങ്ങനെ ജയിലിൽ പോയതാ. അങ്ങനെ അത്രയില്ല. അപ്പൊ അവരെ ചേട്ടുന്ന അങ്ങനെ ചില കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചില സാധനങ്ങളുണ്ടല്ലോ, ചില ഒരു നല്ല ഡയറക്ടറാണ് നമ്മളെ. നമുക്ക് സപ്പോർട്ട് ചെയ്യും, ഒപ്പരം കൂടെ അഭിനയിക്കുന്നവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചില ചെറിയ സംഭവങ്ങളൊക്കെ നമ്മളത്തേക്ക് വരും. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചില സാധനം പറയും, എന്തെങ്കിലും ഉണ്ണിക്ക് പറയാൻ പറ്റും ഇവിടെ പറയാന്നൊക്കെ പറയും. അത് വലിയ കാര്യം അങ്ങനല്ലോ. നമ്മളെ എന്തെങ്കിലും ചില സാധനങ്ങൾ കൊടുക്കൈ യാദൃശ്യമായിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ചുറ്റുപാട് നമ്മളെ വന്ന വഴി അങ്ങനെയാണ്. എടുക്കാത്ത പണിയില്ലാതെ പോലെ എല്ലാം വാർപ്പ് കിണറിന്റെ പണി റിങ് കിണറില്ല താഴ്ചപ്പണ്ട് റിങ്ങിന്റെ ഇറങ്ങിയിട്ട് ആളെ കൊത്തിയിട്ട് കുളച്ചിട്ട് കൊടുക്കുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ എന്തോ എടുത്തത്. കാരണം വെച്ചാല് അങ്ങനെ വന്നു പോകുന്ന അങ്ങനെ നോക്കിക്കഴിഞ്ഞ ഇങ്ങനെ അതൊക്കെ നമ്മ ഇറങ്ങിയിട്ട് അന്ന് ആ ഒരു 20-25 വയസ്സിനുള്ളിൽ ഇതിന്റെ ഓട്ടത്തില് പല പണിയും എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്നാലേക്കും അങ്ങനെ ഒരിക്കലും ഒരു കിണറിലൊക്കെ ചെറിയ കുഴിയിലിരിക്കാൻ പറ്റില്ല. അത് അന്ന് ഒരു ഊർജമായിരുന്നു. ഇപ്പൊ നമ്മൾ ഒന്നിച്ച് പണിക്കെല്ലാം പോകുന്ന മംഗലാറൊക്കെ പണിക്ക് പോകും. നമ്മളടുത്ത മംഗലാറും അടുത്തല്ലേ, അവിടെ താമസിച്ച കിണറിന്റെ പണി വയസ്സത്ര 32 കൊടകന്റെ പക്ഷെ അത് ചെയ്തു. അതെ അടുത്താ ഇരുട്ടിന്ന് അടുത്താണ് കൊടകോടെ. കാസർഗോഡ് കഴിഞ്ഞ വർഷമല്ലേ സ്റ്റേറ്റ് അവാർഡ് സംസ്ഥാന ടെലിവിഷനിലും വെച്ച കാശുകാരാണ്. നമ്മൾ സുപ്രത്തൊക്കെ പ്രതീക്ഷിക്കണ്ട. ഒരുപാട് നടന്മാരല്ലേ മത്സരിക്കുന്നല്ലേ. ജൂറിക്ക് നമ്മളെ ഭയങ്കര നമ്മൾ അഭിനയിച്ച കുഞ്ഞു വേഷങ്ങളാണ് വരുമാനത്തിലൂടെ. അപ്പൊ ഭാഗ്യലക്ഷ്മി ആ അവാർഡ് വഴിക്ക് തിരുവനന്തപുരം പോയപ്പോ എന്നോട് സംസാരിച്ച നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി, നിങ്ങളെ തമാശ നമ്മൾ ഭയങ്കര ചിരിച്ചു പറഞ്ഞു. നമ്മളത്രയൊന്നും ഉണ്ടാവില്ല ചെറിയ വേഷ, പക്ഷെ നമ്മൾ പൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണ് നിങ്ങളെ നമ്മളെ തെരഞ്ഞെടുത്തവർക്ക് സന്തോഷമായി. കാരണം നമ്മളൊരിക്കലും ഒരു നടൻ എന്ന രീതിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ ചെയ്തു കൂട്ടുന്നതല്ലാണ്ട്. അപ്പൊ അത് അംഗീകാരം. ഞാൻ പറഞ്ഞ തമാശകൾക്ക് ഒരു അംഗീകാരമാണ് സ്റ്റേറ്റ് അവാർഡ്. ഇപ്പൊ ടി വി അത് കറക്റ്റ് ആയി പറഞ്ഞത്. എന്നോട് പലരും പറഞ്ഞു എനിക്ക് ടി വിയിൽ നന്നായി ചെയ്യുന്നുണ്ട്. അങ്ങനല്ല, തിരക്കാണ്, സിനിമയിൽ തിരക്കാണ്. രണ്ട് ഒരേപോലെ കൃത്യം നല്ല സിനിമ ചെയ്യുന്നുണ്ട്. ഒരുപാട് സിനിമ ഈ മാസം ഒരുപാട് സിനിമയിൽ അടുത്ത മാസം കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 3-4 പടമൊക്കെ ഇറങ്ങാനുണ്ട്. രണ്ടും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെയും ചാനലിൽ കേരള ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിർത്തി. ഇപ്പൊ ഫ്ലവേഴ്സിന്റെ പുതിയ പരിപാടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പരിപാടികൾ ഞാൻ രണ്ടും കുഴപ്പമില്ലാണ്ട്. അപ്പൊ സിനിമയും വലിയ സിനിമ വലിയ ഡയറക്ടേഴ്സിന്റെ ഒരുപാട് സിനിമകൾ വരാനുണ്ട്, ഇറങ്ങാനുണ്ട്. അങ്ങനെ രണ്ടും കൂടി കൺട്രോളേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മള് വേറെ നോക്കണ്ട, ക്യാമറ ചെയ്തല്ലേ യാദൃശ്യമായി വന്നതാണ്. ഇഷ്ടരാഗം അതിന്റെ ഒരു മേക്കിങ്ങും അതിന്റെ
പിന്നെ കഥാപശ്ചാത്തലം, അതുപോലെ പിന്നെ ഒരു അവതരണം, ഒരുപാട് പിന്നെ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഓരോ രക്ഷാകർത്താക്കൾക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം എല്ലാം ഉണ്ടായി എല്ലാം പറയുന്ന ആനുകാലിക സംഭവം തന്നെയാണ്. പിന്നെ സസ്പെൻസ് ഉണ്ട്, ഇഷ്ടമുള്ള പാട്ടുണ്ട്, നല്ല പാട്ടുണ്ട്. പിന്നെ എന്തായാലും സമയം കിട്ടുമ്പോൾ എന്തായാലും സിനിമ കാണുന്നത് തന്നെയാണ്. ഒരുപാട് വലിയ സിനിമകൾ വരുമ്പോൾ എന്നാലും ഈ സിനിമയും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം എന്നെല്ലാം പറയാൻ. ഓക്കെ, അപ്പൊ എന്താ സ്നേഹം. ഓക്കെ, താങ്ക് യു.